അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് വർക്ക് ചെയ്തിട്ട് മന്ത്ലി 50,000 30,000 ഒക്കെ ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇതിൽ നിന്ന് ക്യാഷ് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു സൈറ്റിൽ നമ്മൾ ഏത് കൺട്രിയിലാണോ ഉള്ളത് ആ കൺട്രിയുടെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. പേപ്പാലിൽ വേണ്ടവർക്ക് അങ്ങനെ അതല്ല ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ അങ്ങനെ. അപ്പം നമ്മൾ ഏത് കൺട്രിയിലാണോ ഉള്ളത് ആ കൺട്രിക്ക് അനുസരിച്ചായിരിക്കും പേയ്മെൻറ്റ് വരുന്നത്. അപ്പം ഇതിലെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതും എന്താണ് ഇതിലെ വർക്കെന്നും എങ്ങനെയാണ് വിഡ്രോവൽ ചെയ്യേണ്ടത് എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് കാസ്റ്റിംഗ് ബേഡ്സ് എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ ജോബുകൾ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ട്രാൻസ്ക്രിപ്ഷൻ ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമുക്ക് ഫ്രീലാൻസറായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പം ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സൈറ്റ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ അവർ പറയുന്നുണ്ട് ട്രാൻസ്ക്രിപ്ഷൻ മെയ്ഡ് ഫാസ്റ്റ് ആൻഡ് ഈസി. ഒരു സബ്ജക്റ്റിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് ഈ ഒരു സൈറ്റിൽ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഇവർ പറയുന്നത് 2,15,000 ട്രാൻസ്ക്രിപ്റ്റ്സും അതുകൂടാതെ 10,000-ൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട്. അതുകൂടാതെ 4.9 റേറ്റിങ്ങും ഉണ്ട് ഇവരുടെ ഈ ഒരു സൈറ്റിന്. പിന്നെ അവർ പറയുന്നത് ഇവർ ഓഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പെർ മിനിറ്റിനാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതുകൂടാതെ ഇവരുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻസ് ആർ ഡെലിവർ ഇൻ ടു പ്ലെയിൻ ടെക്സ്റ്റ് HTML ആൻഡ് MS Word ഫോർമാറ്റ്. ക്യാപ്ഷൻസ് ഇൻ SRT VTT ആൻഡ് DFXPT അതർ ഔട്ട്പുട്ട് ഫോർമാറ്റ് ആർ അവൈലബിൾ. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവർ അയച്ചു തരുന്ന ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കേട്ടതിന് ശേഷം ഇഷ്ടമുള്ള ഒരു ഫോർമാറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫോർമാറ്റ് ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ ടെക്സ്റ്റ് ഫോർമാറ്റ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ വേർഡിലേക്ക് ആകാം, അതല്ലെങ്കിൽ HTML അല്ലെങ്കിൽ PDF അങ്ങനത്തെ ഓരോ ഫോർമാറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. അല്ലാതെ ഇന്നതൊന്നുമില്ല, അവർ എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ റിവ്യൂസ് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അതെല്ലാം വായിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്താൽ മതി. നമ്മളിവിടെ വർക്ക് ചെയ്തത് ഫ്രീലാൻസറായിട്ടാണ്. അപ്പോൾ ഈ താഴത്തെ ഫ്രീലാൻസർ എന്നൊരു ഓപ്ഷൻ കണ്ടോ, അത് ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് വേറൊരു വിൻഡോ വരുന്നതാണ്. അതാണ് ഈ ഒരു ട്രാൻസ്ക്രൈബിംഗ് മെയ്ഡ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയി കിട്ടും. ഇവിടെ പറയുന്നത് ട്രാൻസ്ക്രൈബ്, എഡിറ്റ് ആൻഡ് കംപ്ലീറ്റ് അതർ ഷോർട്ട് ജോബ് ഓൺലൈൻ അറ്റ് യുവർ ഓൺ സ്പേസ്. വർക്ക് ആസ് മച്ച് ഓർ ലിറ്റിൽ ആസ് യു വാണ്ട്. വെൻ യു വാണ്ട് നോ ഫീസ്. വി പേ യു ഡു നോട്ട് പേ അസ്. അപ്പോൾ അവർ പറയുന്നത് നമുക്കിവിടെ ട്രാൻസ്ക്രൈബ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ആൻഡ് കംപ്ലീറ്റ് അതർ ഷോർട്ട് ജോബ് ഓൺലൈനിൽ അറ്റ് യുവർ ഓൺ സ്പേസ്. വർക്ക് സച്ച് ആസ് ലിറ്റിൽ യു വാണ്ട് നോ ഫീസ്. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് ഈ ഒരു സൈറ്റിൽ ട്രാൻസ്ക്രൈബ് ജോബ് ചെയ്യാം, എഡിറ്റിംഗ് ജോബ് ചെയ്യാം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ജോബൊക്കെ ഈ ഒരു സൈറ്റിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ഫീസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല, അവർ നമുക്ക് പൈസ ഇങ്ങോട്ട് തരും. അപ്പോൾ ഒരു ഫ്രീലാൻസറായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പാണെന്ന് അവർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് 3 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് സൈനപ്പ്, 2 വർക്ക്, ഗെറ്റ് പെയ്ഡ്. അപ്പോൾ ആദ്യമേ നമ്മൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിന് ശേഷം വർക്ക് ഏറ്റെടുക്കുക. വർക്ക് ഏറ്റെടുത്തതിന് ശേഷം ഗെറ്റ് പെയ്ഡ് എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ രജിസ്റ്റർ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയാണ് വരുന്നത്. നെയിം, ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ് കൊടുത്ത് കൺഫേം ആക്കുക. ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം വരുന്നത്
നമുക്ക് പ്രൊഫൈൽ ക്രിയേഷനാണ്. ആ ഒരു പ്രൊഫൈൽ ക്രിയേഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ കൊടുക്കാം. അതല്ലാതെ നമുക്ക് ലാംഗ്വേജസ് എന്തൊക്കെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുക അതിനെപ്പറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ലാതെ നമുക്ക് എക്സ്പീരിയൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. നമ്മൾ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അടിപൊളി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് സംശയം കാണും, എത്ര രൂപ കിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ രീതി പേയ്മെൻറ്റ്, അങ്ങനത്തെ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ ഫ്രീലാൻസർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തില്ലേ, അതുപോലെ തന്നെ താഴോട്ട് വരിക. ആ ഫ്രീലാൻസർ എന്ന വിൻഡോയുടെ താഴെ ഈ FA ക്വസ്റ്റ്യൻ കണ്ടോ, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതാണ്. ഇവിടുത്തെ ഈ വിൻഡോയിൽ കാണുന്ന FA ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീലാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങൾക്കിതിൽ എന്തൊക്കെയാണ് ഡൗട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. പ്രൊഫൈൽ വരെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ആയിരിക്കും. നമ്മൾ എന്താണ് വർക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൻ്റെ ഫോർമാറ്റിലേക്കായിരിക്കും പോവുക. അപ്പോൾ ആ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. നമ്മളിപ്പോൾ ചെയ്യുന്നത് ട്രാൻസ്ലേറ്റ് ജോബല്ലേ, അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഒരു ഓഡിയോ തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു ടെസ്റ്റ് പാസ്സാകണം. പാസ്സായില്ലെന്ന് കരുതുക. പാസ്സായില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു ടെസ്റ്റ് ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റത്തില്ല. അതിൻ്റെ കാരണം നമ്മുടെ പ്രൊഫൈലുമായിട്ട് ബേസ് ചെയ്തിരിക്കും. നമ്മുടെ പ്രൊഫൈൽ നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ ഓഡിയോ കൊടുത്തതിൽ 1-2 മിസ്റ്റേക്കേ ഉള്ളെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല, നമ്മൾ അയച്ചു കൊടുത്ത ഓഡിയോ മുഴുവൻ തെറ്റാണ്, അവർക്ക് എന്താണ് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റിയില്ല, അതല്ല നമ്മൾ പ്രൊഫൈലിനകത്ത് എന്താണ് എക്സ്പീരിയൻസ് കുറവാണ്, നമ്മുടെ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു റീടെസ്റ്റിന് സാധ്യത കുറവാണ്. അതപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമേ അയക്കുന്നത് എന്താണ് നല്ല കറക്റ്റായിട്ട് അയക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏത് കൺട്രിയാണോ ആ കൺട്രിയുടെ ബേസിലായിരിക്കും അവർ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് എന്താണ് ഓൾമോസ്റ്റ് വരുന്നത് പേപ്പാൽ വഴിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പേടിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഇപ്പോൾ പേപ്പാലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ക്യാഷ് വിഡ്രോവൽ ആകുന്നത് എല്ലാ ഫ്രൈഡേ ആണ്. വെള്ളിയാഴ്ച ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് എന്താണ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവർ മെയിൽ ത്രൂ ആയിരിക്കും നമ്മളെ അറിയിക്കുക. എന്താണ് ഇപ്പം നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു, ഫെയിലായി പോയാലും റിജക്ഷൻ എന്താണ് പാസ്സായാലും ഒക്കെ അവർ മെയിൽ ത്രൂ നമ്മളെ അറിയിക്കുന്നതാണ്. നമുക്ക് വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ മെയിൽ ത്രൂ നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ളവരെല്ലാം ഇതിൽ അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.